Hi friends, in this video we are going to learn some basic accounting terms. എന്താണ് transaction? An economic activity that affects financial position of the business and can be measured in terms of money. ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അഫക്റ്റ് ചെയ്യുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റി മീൻസ് ടു ബി മെഷേർഡ് ഇൻ ദ ടേംസ് ഓഫ് മണി ടേംസിൽ മെഷർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം അത്. മീൻസ് ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് ക്യാൻ ബി മെഷർ ഇൻ ടേംസ് ഓഫ് മണി ടേംസിൽ മെഷർ ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയും ബിസിനസ് സംഭവിച്ചാൽ അതിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻ. ഫോർ എക്സാമ്പിൾ, സെയിൽ ഓഫ് ഗുഡ്സ്, പേയിങ് ഫോർ എക്സ്പെൻസ് എക്സെട്ര. ഗുഡ്സ് വിൽക്കുന്നത്, അതുപോലെ തന്നെ എക്സ്പെൻസ് പേ ചെയ്യുന്നതൊക്കെ. ദെൻ വാട്ട് ഈസ് വൗച്ചർ? എന്താണ് വൗച്ചർ? ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് വൗച്ചർ. നമ്മൾ ഒരു ഷോപ്പിൽ പോയി കുറച്ച് സാധനം മേടിച്ച് നമുക്ക് എന്ത് കിട്ടും? ഇൻവോയ്സ് കിട്ടും. അതിനെ പറയുന്ന പേരാണ് വൗച്ചർ എന്ന്. ഡോക്യുമെൻ്ററി എവിഡൻസ് സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ നടന്നതിനുള്ള എവിഡൻസ് ആണ് വൗച്ചർ. ഇഫ് വി ബൈ ഗുഡ്സ് ഫോർ ക്യാഷ് വി ഗെറ്റ് ക്യാഷ് മെമോ. ഇഫ് വി ബൈ ഓൺ ക്രെഡിറ്റ് വി ഗെറ്റ് ആൻ ഇൻവോയ്സ്. വെൻ വി മേക്ക് എ പേയ്മെൻറ്റ് വി ഗെറ്റ് എ റിസീറ്റ്സ് ആൻഡ് സോ ഓൺ. അങ്ങനെ പലതരത്തിലുണ്ട് എന്താണ് വൗച്ചേഴ്സ്. ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ടേമാണ് വാട്ട് ഈസ് ക്യാപിറ്റൽ. സിംപ്ലി ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. ഫേമിൻ്റെ ഓണർ ഫേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ആൻഡ് ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് എന്താണ്? ക്യാഷ് ഓർ അസറ്റ്സ്. നെക്സ്റ്റ് ടൈം വാട്ട് ഈസ് അസറ്റ്സ്? എന്താണ് അസറ്റ്സ്? അസറ്റ്സ് ആർ എക്കണോമിക് റിസോഴ്സസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് യൂസ്ഫുൾ ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു ഫേമിൻ്റെ ഓപ്പറേഷൻസിന് ആവശ്യമായി വരുന്ന റിസോഴ്സസിനെ പറയുന്ന എക്കണോമിക് റിസോഴ്സസിനെ പറയുന്ന പേരാണ് assets and can be broadly classified into two types: fixed assets and current assets. So what is fixed assets? Fixed assets are assets used for normal operations and held for a long term basis. കുറേ ദീർഘനാൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അസറ്റ്സിനെയാണ് ലോങ് ടേം ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. ലോങ് ടേം ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്നത്. കറണ്ട് അസറ്റ്സ് ആണ് means a short term, means within a 1 year and can be converted into cash within 1 year, such as debtors, stock, etc. Then what is liabilities? Liabilities are obligations or debts. ബാധ്യതയായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? കടമായിരിക്കും. ദാറ്റ് ആൻ എൻ്റർപ്രൈസ് ഹാസ് ടു പേ. ഒരു ഫേം എന്താണ്? കൊടുക്കേണ്ടി വരുന്ന ഒന്നാണ്. ടു സം ടൈം ഇൻ ദ ഫ്യൂച്ചർ ലയബിലിറ്റീസ്. ഫ്യൂച്ചറിൽ ഒരു ഫേം കൊടുക്കേണ്ടി വരുന്ന ബാധ്യതകളെ പറയുന്ന പേരാണ് ലയബിലിറ്റീസ്. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ഒരു പീരീഡ് മോർ ദാൻ 1 year ആണെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്നും, ലെസ് ദാൻ 1 year ആണെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റി എന്നും പറയുന്നു. ദെൻ നെക്സ്റ്റ് സെയിൽസ്. എന്താണ് സെയിൽസ്? സെയിൽസ് ആർ ടോട്ടൽ റവന്യൂസ് ഫ്രം ഗുഡ്സ് സോൾഡ് ഓർ സർവീസസ് പ്രൊവൈഡ് ടു കസ്റ്റമേഴ്സ്. നമ്മൾ ഒരു ഗുഡ്സ് വിൽക്കുമ്പോൾ, ഒരു ഗുഡ്സ് സെയിൽ നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെയിൽസ് എന്ന് പറയുന്നത്. അത് ക്യാഷ് സെയിൽസും ആവാം, അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസും ആവാം. കടത്തിനും വിൽക്കാം, ക്യാഷിനും വിൽക്കാം. ഇനി നെക്സ്റ്റ് ടേം റവന്യൂസ്. റവന്യൂ മീൻസ് ഇൻകം. It means income from any source. It should be regular nature. റെഗുലർ നാച്ചറിൽ എപ്പോഴും റെക്കറിങ് ആയി കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഏത് സോഴ്സിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിനെ പറയുന്ന പേരാണ് റവന്യൂ. ഫോർ എക്സാമ്പിൾ, സെയിൽ ഓഫ് ഗുഡ്സ് നടന്ന പൈസ കിട്ടും. പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമേഴ്സിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എമൗണ്ട് കിട്ടും. ദെൻ കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, എക്സെട്ര. ദെൻ വാട്ട് ഈസ് എക്സ്പെൻസസ്? Cost incurred by a business for earning revenue. Cost incurred for a business for earning revenue മീൻസ് സെയിൽസ് എന്നൊരു പ്രൊസീജിയർ നടക്കണമെങ്കിൽ അവിടെ കുറേ അധികം തുക ചിലവാകും. അതിനെ പറയുന്ന പേരാണ് എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ, റെൻറ്റ് ഫോർ എ ബിൽഡിംഗ്, വേജസ് ഫോർ employees, then salaries for employees, interest,
etc. Then what is expenditure? Spending money or incurring a liability for acquiring assets. Spending money or incurring a liability for acquiring assets is called expenditure. It simply means expense. It simply means expense which is in a non-recurring nature. It can be classified into two, revenue and capital. Revenue nature, revenue expenditure means എന്താണ്, റെക്കറിങ് നാച്ചറിലുള്ള എക്സ്പെൻഡിച്ചറാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, ക്യാപിറ്റൽ നാച്ചർ മീൻസ് എന്താണ്, നോൺ റെക്കറിങ് നാച്ചർ മീൻസ് പർച്ചേസ് ഓഫ് എ മിഷനറി, ഫർണിച്ചർ എക്സെട്ര. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രോഫിറ്റ്? എന്താണ് പ്രോഫിറ്റ്? ദ എക്സസ് ഓഫ് റവന്യൂസ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ ഈസ് പ്രോഫിറ്റ്. റവന്യൂ എപ്പോഴും നമ്മൾ ഇൻകം കൂടി നിന്നാൽ എക്സ്പെൻസ് കുറവാണെങ്കിൽ അവിടെ നിന്നാണ് പ്രോഫിറ്റാണ് ഉണ്ടാകുന്നത്. മീൻസ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസസ്. ദെൻ വാട്ട് ഈസ് ലോസ്? ലോസ് എന്താണ്? ലോസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് പ്രോഫിറ്റ്. മീൻസ് എക്സ്പെൻസ് മുമ്പിൽ നിന്നാൽ ഇപ്പോൾ എക്സ്പെൻസാണ് ഓവറായിട്ട് നിൽക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്താണ്, ലോസ് ആണ്. കമ്പയറിങ് ടു income means revenue. Then the equation is loss is equal to expense minus revenue. Then what is discount? Discount is the rebate given by the seller to the buyer. Rebate means reduction in the price given by the seller to the buyer. That is discount. It can be is classified as two, trade discount and cash discount. Trade discount means the purpose of this discount is to persuade the buyer to buy more goods. It is offered at an agreed percentage of list price at the time of selling goods. This discount is not recorded in account books as it is deducted in the invoice, cash memo, etc. It means that trade discount trading activities ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ചില ബയേഴ്സിന് സെല്ലർ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. വാട്ട് ഈസ് ക്യാഷ് ഡിസ്കൗണ്ട്? ക്യാഷ് ഡിസ്കൗണ്ട് മീൻസ് എന്താണ്, ഈസ് ടു എൻകറേജ് ഡെറ്റേഴ്സ് വെൻ എന്താണ് ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണ് നടന്നിരുന്നത്. ഇപ്പോൾ ബയർ സെല്ലർ ക്രെഡിറ്റ് സെയിൽസ് ആണ് നടന്നിരുന്നെങ്കിൽ ഇപ്പം 2 മാസത്തേക്കുള്ള ഒരു ക്രെഡിറ്റ് സെയിൽസ് നടന്നതെങ്കിൽ 2 മാസത്തിന് ശേഷം അദ്ദേഹം 5000 രൂപ 2 മാസത്തിന് ശേഷം കൊണ്ടുതരേണ്ട പൈസ അദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു 2000 രൂപ കൊണ്ട് 2000 സെയിൽസ് 2000 രൂപ കൊണ്ട് തന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഇപ്പോൾ 2000 രൂപ വേണ്ട 1800 രൂപ മതി. 200 രൂപ എന്താണ്, ഡിസ്കൗണ്ടാണ്. അതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് എന്താണ്, ബുക്സിൽ റെക്കോർഡ് ചെയ്യും. ദെൻ വാട്ട് ഈസ് ഗുഡ്സ്? ദ പ്രോഡക്ട്സ് ഇൻ വിച്ച് ദ ബിസിനസ് ഡീൽ ചെയ്യുന്ന പ്രോഡക്ട്സ് എന്താണോ അതാണ് ഗുഡ്സ്. ദ ഐറ്റംസ് ദാറ്റ് ആർ പർച്ചേസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റീസെയിൽ നോട്ട് ഫോർ യൂസ് ഇൻ ദ ബിസിനസ് ആർ കാൾഡ് ഗുഡ്സ്. തിരിച്ച് ബിസിനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളെ നമ്മൾ എന്തെന്ന് പറയും, ഗുഡ്സ് എന്ന് പറയും. ഡ്രോയിങ്സ് എന്താണ്? ദ എമൗണ്ട് വിഡ്രോൺ ബൈ ദ ഓണർ ഫ്രം ദ ബിസിനസ് ഈസ് കാൾഡ് ഡ്രോയിങ്സ്. ചിലപ്പോൾ അത് ഇൻ ദ ഫോം ഓഫ് മണി ഓർ ഗുഡ്സ്. Purchases. What is purchases? The term purchase is used only for the goods procured by a business for resale. In case of trading concern, it is purchase of final goods, and in manufacture concern, this is purchase of raw materials. It may be classified into cash purchase or credit purchase. Purchase means എന്താണ്, buying of goods. In the case of an trading answer, it means buying of goods, and in the case of a manufacturing answer, it means buying of raw materials for preparing goods. Then the point is closing stock. What is closing stock? It is the annual value of goods lying unsold at the end of the accounting year. Closing stock of 1 year becomes the opening stock of next year. ഒരു ഫേമിൽ ഏറ്റവും അവസാനം അക്കൗണ്ടിങ് ഇയറിൽ അവസാനം ഇരിക്കുന്ന സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. It will be the opening stock of the next accounting year. I hope you all enjoyed the session. If you are interested in my video, please like the video and try to share it.
And if you are a new one to the channel, please subscribe my channel for new updates.